74 വയസ്സുള്ളൊരു ഉമ്മ. യോ. അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. ഓക്കെ. LLH ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. അവിടുത്തെ നേഴ്സാണ് എന്നെ വിളിക്കുന്നത്. ഓക്കെ. അപ്പം ഇവർക്ക് ആകെ കൊടുക്കാനുള്ള നമ്പർ എൻ്റെതാണ്. സോ ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ, ഹോട്ട് ലൈൻ നമ്പർ എന്നൊക്കെ പറയാം നമുക്ക്. ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ മാസ്ക് ഒക്കെ ഫിക്സ് ചെയ്താൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല. നേഴ്സാണ് എന്നെ വിളിച്ചത്. നിങ്ങളുടെ ആരെങ്കിലും ആണോ ഇങ്ങനെ നിങ്ങളുടെ നമ്പർ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്മിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ ആളാണ്. ഞാൻ ഇതെത്തി. ഞാൻ ഓടിപ്പോയി അവിടെ. ഓടിപ്പോയി. അവര് അത്യാവശ്യം ഒരു മോശം കണ്ടീഷനിലാണ്. അപ്പോഴും ഇവർക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, ഇവിടുന്ന് ഇറങ്ങിയ മോനെ എനിക്കൊരു ജോലി ശരിയാക്കി തരണേ എന്നാണ്. അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, ഞാനൊരു ടിക്കറ്റ് തരാം, ഞാൻ നാട്ടിലേക്ക് പോയിട്ട് ഒന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് വരും. വേണ്ട, എനിക്കിപ്പോ പോകാൻ പറ്റില്ല, വീടില്ല. ഓക്കെ. ഇപ്പോഴും ഓർമ്മയുണ്ട് അവര് അത്ര നിഷ്കളങ്കമായ ഒരു മുഖം ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല. എന്തൊക്കെയോ കുറേ ഇമോഷൻസ് ഉണ്ട്, പക്ഷെ അവരുടെ മുഖത്തൊരു നിശ്ചല ഭാവമാണ്. അതിൽ നമുക്ക് ഫീൽ ചെയ്യല്ലോ ഇതൊരു ആഴക്കടലാണ്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ആൾക്കാരാണ്. അതെ അതെ. അല്ലെങ്കിൽ അവരൊക്കെ മക്കളുടെയും ചെറുമക്കളുടെ ഒക്കെ കൂടെ വീട്ടിലിരിക്കേണ്ട ഒരു സമയം, വിശ്രമിച്ചിരിക്കേണ്ട പ്രായം. തീർച്ചയായിട്ടും.